വക്രദൃഷ്ടി തുടരുന്നു. കെ മുരളീധരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താന് അത്ര നല്ല അഭിപ്രായമില്ലെങ്കിലും എ ഗ്രൂപ്പുകാരനായ KC അബുവിൻ്റെ അഭിപ്രായത്തിൽ മുരളീധരൻ അടുത്ത ലീഡറാണ്. ലീഡറുടെ യോഗ്യതകളെല്ലാം ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പതുക്കെ പതുക്കെ ലീഡർ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ള മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ മുരളീധരൻ. ലീഡർമാർ നല്ല ഊർജം പ്രസരിപ്പിക്കുന്നവരാകണം. കെ കരുണാകരനെ പോലെ ആശ്രിത വത്സലനായിരുന്നു ലീഡർ. തന്നെ സ്നേഹിക്കുന്ന പ്രതിസന്ധികളിൽ തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ ലീഡർ വാരിക്കോരി സഹായിച്ചിരുന്നു. ചില നേതാക്കന്മാരൊക്കെ കാണുമ്പോൾ നമുക്കൊരു ശക്തിയാണ്, നമുക്കൊരു ഊർജം കിട്ടും. ഒരു ബാറ്ററിയൊക്കെ കൊണ്ടുപോയി റീചാർജ് ചെയ്യുമ്പോൾ ചില നേതാക്കന്മാരെ കണ്ടാലുള്ള ഊർജം ചോർന്നു. എന്നാൽ ലീഡറെ കണ്ടാൽ ഒരു പുതിയ കരുത്തും ശക്തിയുമായി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ലീഡറെ കാണുമ്പോൾ കഴിയുമായിരുന്നു. യുവാക്കളെ കണ്ടെത്തി വളർത്തുന്ന ലീഡറുടെ ഗുണഗണങ്ങളെക്കുറിച്ച് KC അബു. ലീഡറെ നമ്മുടെ പല ആളുകളും നന്നായി പ്രസംഗിക്കുന്നവരെ തീരത്തോട്ടത്തിൽ ഈ തോട്ടക്കാരൻ്റെ മാതിരിയാണ്, അതിൻ്റെ തിരളങ്ങ് വെട്ടിക്കളയും. നന്നായി ഒരു നല്ല പ്രസംഗം ചെയ്യുന്നവൻ അന്നേരെ സൂക്ഷിക്കും, ശ്രദ്ധിക്കുക, അല്ലേ ആപത്താ. പിന്നെ നന്നായി സംസാരിക്കുന്നവനെ, അങ്ങനെയുള്ള ആളുകളെ ലീഡർ അതിൻ്റെ തിരളൊരിക്കലും വിട്ടുമായിരുന്നില്ല. ലീഡറുടെ വാത്സല്യം അനുഭവിക്കാനുള്ള അവസരം KC അബുവിന് ലഭിച്ചില്ല എന്ന ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നോട് ലീഡർക്ക് വലിയ സ്നേഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ അനിൽകുമാർ ഇവിടെ പറഞ്ഞു, ഒരു ഉരുള ചോറ് മാറ്റി വെച്ചു, നിനക്ക് വേണോന്ന് ചോദിച്ചു. അപ്പൊ അത് കഴിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എനിക്ക് ലീഡർ മനസ്സിൽ എനിക്കൊരിടമുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യം ദോഷം കൊണ്ടോ എന്തോന്നറിയില്ല, ലീഡർക്ക് അതെനിക്ക് തരാൻ ഞാൻ അവിടെ നിന്ന് കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവിൽ നിന്ന് സമുദായ ആചാര്യനായി മാറിയിരുന്നു. ഇപ്പോൾ സമുദായ ഗുരുവിൻ്റെ പദവിയിലേക്കും എത്തുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം കൂടി ഉൾപ്പെടുന്ന പ്രദേശത്ത് സമുദായ സംഘടനയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. എന്റെ പൊന്നുമക്കളെ, അസംഘടിതമായി നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായങ്ങളെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾക്കെല്ലാം ജാതി ചിന്ത വരും, വിവേചനം വരുമ്പോൾ വിദ്വേഷം വരും. അങ്ങനെ വരും, പലരും നക്സലാകും, അവരെ പിന്നെ വെടിവെക്കാൻ പോകും. ഇതുകൊണ്ടെല്ലാം വെടിവെപ്പ് കൊണ്ടോ നക്സലിസം വന്നതുകൊണ്ടോ ഇതെല്ലാം വെടിവെച്ച് ആശയങ്ങളെ നശിപ്പിക്കാൻ സാധിക്കില്ല. ആളെ കൊല്ലാം, പക്ഷെ ആശയങ്ങളെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല. എന്റെ പൊന്നുമക്കളെ, വർഷത്തിൽ എത്ര ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് ദർശനം നൽകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. വീണ്ടും ഇടവേളയാണ്. സലിം കുമാറിന്റെ കൃഷി. ഇപ്പോ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടി സമരങ്ങൾ അപ്പൊ ഇങ്ങനെ വിളിക്കുന്ന കൈ ഇങ്ങനെ വെട്ടിയാല് മതി, അത്രേ ഉള്ളൂ. ഈ സാധനം മേപ്പോട്ട് കാണിക്കുന്ന സാധനം കീപ്പോട്ട് ഒരു മമ്മട്ടിയും വെച്ച് കാണിച്ചാല് ഇത്ര പരിപാടി ഉള്ള